വടക്കൻ കേരളത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി ബലിതർപ്പണ ചടങ്ങുകൾ വിപുലമായി നടന്നു. കോഴിക്കോട് ജില്ലയിൽ വരക്കൽ കടപ്പുറം, കണ്ണൂർ പയ്യാമ്പലം കടപ്പുറം, മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പിതൃതർപ്പണത്തിനായി വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. വരക്കൽ കടപ്പുറത്ത് ഇന്നലെ വൈകുന്നേരം 4 മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിന്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ പിതൃതർപ്പണത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നടക്കം നിരവധി പേർ എത്തിയിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ 11 മണി വരെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. വലത് കൈയിൽ കുറച്ച് ജലമെടുത്ത് ഉയർത്തിപ്പിടിച്ച് അതിലേക്ക് തന്നെ ഒഴിക്കുക. അങ്ങനെ 3 പ്രാവശ്യം ആപ്യായിച്ച് പ്രോഷിക്കുക എന്നാണ് പറയാ. കൈയിലാക്കി ഇടത് കൈ ചേർത്ത് നമ്മളിനി നമ്മുടെ പരമ്പരയിലുള്ള പിതൃത്വ ചൈതന്യത്തെ വളരെ ഹൃദയപൂർവ്വം ഭക്തിയോടുകൂടി ആദരവോടുകൂടിയിട്ട് ആവാഹിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും പയ്യാമ്പലം കടപ്പുറത്തും ആയിരങ്ങളാണ് പിതൃതർപ്പണത്തിനായി എത്തിയത്. പലയിടങ്ങളിലും പുലർച്ചെ 3 മണിയോടെ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. പയ്യാമ്പലത്ത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഒരേ സമയത്ത് 600ഓളം പേർക്ക് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. മൂന്നായ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കൂ, തൊഴുത് ചൊല്ലോ, തെക്കോട്ട് തൊഴുത് ചൊല്ലുക, തൊഴുത് നിൽക്കൂ മതി. ഓ നമോ നാരായണായ, ഓ നമോ നാരായണായ, നമോ നാരായണായ, ഓം നമോ നാരായണായ. ത്രിമൂർത്തി സംഗമസ്ഥാനമായ മലപ്പുറത്തെ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. 16 കർമ്മികളാണ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് ബലിതർപ്പണത്തിനായി എത്തിയത്. കണ്ണൂർ മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം ജനം, കോഴിക്കോട്.